ഒരു മഹാസാമൂഹിക വിപത്തിനെതിരെ നിയമം ആയുധമാകുകയാണ് തെലങ്കാനയിൽ. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറക്കാനുള്ള നിയമം പാസ്സാക്കി തെലങ്കാന സർക്കാർ. തെലങ്കാന എംപ്ലോയീസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് മോണിറ്ററിംഗ് ഓഫ് പാരന്റൽ സപ്പോർട്ട് ബിൽ 2026 എന്ന ബിൽ തെലങ്കാന നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഐക്യകണ്ഠേനയാണ് പാസ്സായത്. പൊതുപ്രതിനിധികൾ, സർക്കാർ ജീവനക്കാർ, സ്വകാര്യ ജീവനക്കാർ എന്നിവർ അവരുടെ വൃദ്ധ മാതാപിതാക്കളെ പരിപാലിക്കണമെന്നാണ് ഈ ബിൽ അനുശാസിക്കുന്നത്. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ 15% വരെ അല്ലെങ്കിൽ 10,000 രൂപ വരെ വെട്ടിക്കുറയ്ക്കുകയും വെട്ടിക്കുറയ്ക്കുന്ന തുക മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യും. മാതാപിതാക്കളുടെ അന്തസ്സും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നതിനാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നുണ്ട്. ഈ നിയമം സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പങ്കുവെച്ച ഒരു വൈകാരികമായ അനുഭവം ഉണ്ടായിരുന്നു. ക്യാൻസർ ബാധിതനായ ഒരു പിതാവിനെ അദ്ദേഹത്തിന്റെ മകൻ, അതും ഒരു ജനപ്രതിനിധി, അവഗണിക്കുകയും പരിചരണം നൽകാതിരിക്കുകയും ചെയ്ത ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കാര്യത്തിൽ അശ്രദ്ധവാനാകുന്ന, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്കും മറ്റും കൊണ്ടുപോയാക്കുന്ന അനേകം ഉദ്യോഗാർത്ഥികളും അനേകം മനുഷ്യരും തങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാതാപിതാക്കളെ അവഗണിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാതാപിതാക്കളെ അവഗണിക്കുന്ന കുട്ടികളെ തിരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും സംസ്ഥാനത്തിന് ഇത്തരം ഒരു നിയമം നടപ്പിലാക്കേണ്ടി വരുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ വലിയ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കാലം ഇന്ന് ഇത്തരം ഒരു ബില്ലിന്റെ പ്രസക്തി ആവശ്യപ്പെടുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത്. മാതാപിതാക്കളെ അവഗണിക്കുന്നവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ പരിചരണത്തിലും പരിപാലനത്തിലും ജീവനക്കാരുടെ ബാധ്യതകൾ ഈ നിയമനിർമ്മാണം വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയ വയോജന ക്ഷേമത്തിന്റെ ആവശ്യവശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇത് നിർബന്ധമാക്കുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് ജീവനാംശം തേടാനുള്ള അധികാരവും ഈ ബില്ല് മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ടാണ് ഈ നിയമത്തെ വരവേറ്റത്. ഇത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു തീരുമാനമാണെന്നും ശിക്ഷാ തുക ഇതിലും വർദ്ധിപ്പിക്കണമെന്നും BJP MLA കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല, CPM അംഗങ്ങളും മറ്റു സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഐക്യകണ്ഠേനയാണ് ഈ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചത്. മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ തിരുത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് തെലങ്കാന സർക്കാർ തെളിയിച്ചിരിക്കുന്നു. ശമ്പളത്തിൽ നിന്നും പണം പിടിക്കുന്നത് കൊണ്ടൊന്നും ആയില്ല. എന്നിരുന്നാലും അവഗണിക്കപ്പെടുന്ന ആയിരക്കണക്കിന് വൃദ്ധജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. എത്ര നാൾ പിന്നോട്ട്, ഇനി UDF-നൊപ്പം മുന്നോട്ട്. കേരളം ജയിക്കും, UDF നയിക്കും.